ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 7. ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. വൃത്തം ശാർദൂല വിക്രീഡിതം. ശ്ലോകം 1. ഏവം ദേവചതുർദശാത്മക ജഗത് രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം യോ ഭൂത്സ്ഫീതരജോ വികാരവികസൻ നാനാസിസൃക്ഷാരസഖ. ഒരിക്കൽ കൂടി. ഏവം ദേവ ചതുർദശാത്മക ജഗത് രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം യോ ഭൂത്സ്ഫീതരജോ വികാരവികസൻ നാനാസിസൃക്ഷാരസഖ. ഈ ദശകം പാരായണം ചെയ്താൽ ഐശ്വര്യ സമ്പത്ത് വർധന ഫലസിദ്ധിയാകുന്നു. ശ്ലോകം 1. പദാന്വയം നോക്കാം. ദേവ, ഹേ ദേവാ, ഏവം ഇപ്രകാരം, ചതുർദശാത്മക 14 ലോകങ്ങൾ ഉൾപ്പെടുന്ന, ജഗത് രൂപേണ ജഗത്തിൻ്റെ രൂപത്തിൽ, ജാത ജാതനായ അങ്ങ്, പുനഃ പിന്നെ, തസ്യ ഊർധ്വം അതിൻ്റെ മുകളിൽ, സത്യലോകനിലയെ സത്യലോകമാകുന്ന നിലയത്തിൽ, സ്വയം സ്വയമേവ, ധാതാ ജാത അസി ഖലു അങ്ങ് ബ്രഹ്മാവായി ജനിച്ചുവല്ലോ. യം അഖില ത്രൈലോക്യ ജീവാത്മകം ആ ബ്രഹ്മാവിനെ അഖില ത്രിലോകവും ചേർന്ന വിരാട് പുരുഷന്റെ ജീവാത്മാവായ ഹിരണ്യഗർഭം ശംസന്തി ഹിരണ്യഗർഭൻ എന്ന് പ്രശംസിക്കുന്നു. ആ ഹിരണ്യഗർഭൻ സ്ഥിത രജോവികാര വികസത് വർദ്ധിച്ച രജോവികാരം, നാനാ അസിസൃക്ഷാരസഃ അങ്ങ് നാനാവിധ സൃഷ്ടി നടത്തുന്നതിൽ രസം ഉള്ളതായി അഭൂത് ഭവിച്ചു. ഇനി ശ്ലോകാർത്ഥം നോക്കാം. സത്വരജസ്തമോ ഗുണവാനായ വിരാട് പുരുഷനായും സത്വരജ മൂർത്തിയായ ബ്രഹ്മാവായും ശുദ്ധ സത്വികമൂർത്തിയായ വൈകുണ്ഠമൂർത്തിയായും വിലസുന്ന ഹേ ദേവ, ശ്രീ ഗുരുവായൂരപ്പ, ഇപ്രകാരം 14 ലോകങ്ങൾ ഉൾപ്പെടുന്ന ജഗത്തിൻ്റെ രൂപത്തിൽ ജാതനായ അങ്ങ് ആ വിരാട് രൂപത്തിൻ്റെ ഊർധ്വഭാഗത്ത് സത്യലോകമാകുന്ന നിലയത്തിൽ സ്വയം ധാതാവായി ജനിച്ചുവല്ലോ. ആ ബ്രഹ്മാവ് 3 ലോകവും ചേർന്ന വിരാട് പുരുഷന്റെ ജീവാത്മാവായ ഹിരണ്യഗർഭൻ എന്ന് പുകഴ്ത്തപ്പെടുന്നു. ആ ഹിരണ്യഗർഭൻ വർദ്ധിതമായ രജോ ഗുണത്താൽ വികസിതനായി നാനാതരം സൃഷ്ടി നടത്തുന്നതിൽ രസം ഉള്ളവനായി തീർന്നു.
സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ബ്രഹ്മാവായി രൂപം പ്രാപിച്ച് സൃഷ്ടികർമ്മത്തിൽ തൽപരനായി എന്ന് വിവക്ഷ. ദശകം 7 ശ്ലോകം 2. സോയം വിശ്വവിസർഗദത്തഹൃദയഃ സംപശ്യമാനസ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്ത്വം ജഗതാം പദേ തപതപേത്യേവം ഹി വൈഹായസീം വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുർവൻ തപ പ്രേരണാം. ഒരിക്കൽ കൂടി. സോയം വിശ്വവിസർഗദത്തഹൃദയഃ സംപശ്യമാനസ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്ത്വം ജഗതാം പദേ തപതപേത്യേവം ഹി വൈഹായസീം വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുർവൻ തപ പ്രേരണാം. ശ്ലോകം 2 പദാന്വയം നോക്കാം. സ അയം, ആ ഹിരണ്യഗർഭനായ ബ്രഹ്മാവ്, വിശ്വവിസർഗദത്തഹൃദയ, വിശ്വസൃഷ്ടിക്ക് ദത്തഹൃദയനായി, വിശ്വവിഷയം ബോധം, വിശ്വത്തെ കുറിച്ചുള്ള ബോധത്തെ, ഖലു അനവാഭ്യ, തീരെ ലഭിക്കാതെ, സ്വയം സംപശ്യമാന, തന്നെ തന്നെ നോക്കുന്നവനായി, ചിന്ത ആകുലസ്തസ്തിവാൻ, ചിന്തയാൽ ആകുലനായി സ്ഥിതി ചെയ്തുവത്രേ. താവത്, അപ്പോൾ, ജഗതാം പദേ ത്വം, ജഗത്തിന് പിതാവായ അല്ലെങ്കിൽ പതിയായ ശ്രീ ഗുരുവായൂരപ്പ അങ്ങ്, തപപ്രേരണാം കുർവൻ, തപസ് ചെയ്യുവാൻ പ്രേരണ ചെയ്യുന്നവനായി, ഏനം, ആ ബ്രഹ്മാവിനെ, തപതപ ഇതി ഏവം, തപസ് ചെയ്യൂ എന്നിങ്ങനെയുള്ള ശ്രുതിസുഖാം, കാതുകൾക്ക് ഇമ്പമുണ്ടാക്കുന്ന, വൈഹായസീം വാണീം, ആകാശവാണിയെ, അശിശ്രവ, ശ്രവിപ്പിച്ചു. ഇനി ശ്ലോകത്തിൻ്റെ ആകെയുള്ള അർത്ഥം നോക്കാം. ആ ഹിരണ്യഗർഭനായ ബ്രഹ്മാവ് വിശ്വസൃഷ്ടിക്ക് ദത്തഹൃദയനായെങ്കിലും എന്തു സൃഷ്ടിക്കണം, എങ്ങനെ സൃഷ്ടിക്കണം എന്ന വിശ്വബോധം ലഭിക്കാതെ തന്നെ തന്നെ നോക്കി ചിന്താകുലനായി സ്ഥിതി ചെയ്തുവത്രേ. അപ്പോൾ ജഗത്തിനാകെ പതിയായ ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് തപസ് ചെയ്യുവാൻ പ്രേരണ ചെയ്യുന്നവനായി ആ ബ്രഹ്മാവിനെ തപ തപ എന്നിങ്ങനെയുള്ള കാതുകൾക്ക് സുഖം പകരുന്ന ആകാശവാണിയെ കേൾപ്പിച്ചു. ദശകം 7 ശ്ലോകം 3. കോസൗ മാമവദത്പുമാനിതി ജലാ പൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുത്പശ്യതാ ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതഃ തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. ഒരിക്കൽ കൂടി.
കോസൗ മാമവദത്പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദ്വിക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതക തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. ഈ ശ്ലോകത്തിന്റെ അന്വയം നോക്കാം. ഖ അസൗ പുമാൻ, കൊസൗ പുമാൻ. ഏതൊരു പുരുഷനാണ് മാം അവദത് ഇതി എന്നോട് ഇത് പറഞ്ഞത്, ജലാപൂർണേ ജഗന്മണ്ഡലേ ജഗത് മണ്ഡലമാകെ ജലം കൊണ്ട് പൂർണ്ണമായിരിക്കെ, ദീക്ഷു ഉദീക്ഷ്യ ദിക്കുകളാകെ നോക്കിയിട്ട്, കിമഭി കിം അഭി ഒന്നും തന്നെ, അനീക്ഷിതവധ ഈക്ഷിതമല്ലാത്തവനായി, ഒന്നും തന്നെ കാണാൻ കഴിയാത്തവനായി എങ്കിലും, വാക്യാർത്ഥം ഉത്പശ്യത തപ തപ എന്ന വാക്കിന്റെ അർത്ഥം ഗ്രഹിച്ച്, ദിവ്യം വർഷസഹസ്രം 1000 ദേവവർഷം, തേന ആ ബ്രഹ്മാവിനാൽ, ആരാധിതത്വം അങ്ങ് ആരാധിക്കപ്പെട്ടവനായി, തസ്മൈ ആ ബ്രഹ്മാവിനാൽ അപ്പോൾ, ഏകാദ്ഭുതം സ്വനിലയം വൈകുണ്ഠം അത്ഭുതങ്ങളിൽ മറ്റൊന്നില്ലാത്ത ആ വൈകുണ്ഠം എന്ന അങ്ങയുടെ സ്ഥാനത്തെ, ദർശിതവാൻ അസി അങ്ങ് ദർശിപ്പിച്ചു, കാട്ടിക്കൊടുത്തു. ഈ ശ്ലോകാർത്ഥം ആകെ കൂടെ നോക്കാം. ഏതൊരു പുമാനാണ് എന്നോട് സംസാരിച്ചത് എന്നറിയാനായി ജഗത് മണ്ഡലത്തിലെ എങ്ങും ജലം മാത്രമായിരുന്ന ദിക്കുകളാകെ നോക്കിയിട്ട് ഒന്നും തന്നെ കാണാൻ ആ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. അപ്പോൾ തപ തപ എന്ന വാക്യാർത്ഥം ഗ്രഹിച്ച് ആ ബ്രഹ്മാവ് 1000 ദേവവർഷം തപസ് ചെയ്തു, അങ്ങയെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അത്ഭുതങ്ങളിൽ മറ്റൊന്നിനും സ്ഥാനമില്ലാത്ത വൈകുണ്ഠം എന്ന സ്വന്ത ആസ്ഥാനം ഹേ ഗുരുവായൂരപ്പ അവിടുന്ന് ആ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു. മനുഷ്യരുടെ 360 വർഷമാണത്രേ ഒരു ദേവവർഷം. അത്രയും സഹസ്രകാലം ഏകാഗ്രമായി ഏകനായി ആ ബ്രഹ്മാവ് തപസ്സു ചെയ്തതിനാൽ ശ്രീ വൈകുണ്ഠാധിപനായ ശ്രീ ഗുരുവായൂരപ്പൻ സന്തുഷ്ടനായി. എന്നിട്ട് അദ്ദേഹത്തിന് ദർശനം നൽകി. ദശകം 7 ശ്ലോകം 4. മായായത്ര കദാഭിനോ വികുരുതേ ഭാദേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധവിമോഹസാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദചരീചയത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. ഒരിക്കൽ കൂടി. മായായത്ര
यत्र कदापि नो विकुरुते भादे जगद्भ्यो बहिः शोकक्रोधविमोहसाध्वसमुखा भावास्तु दूरं गताः सान्द्रानन्दझरी च यत्र परमज्योतिप्रकाशात्मके तत्ते धाम विभावितं विजयते വൈകുണ്ഠരൂപം വിഭോ. ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. വിഭോ, സർവവ്യാപിയായ ഭഗവാനേ, ജഗദ്ഭ്യ ബഹി, ലോകങ്ങളുടെ എല്ലാം പുറത്ത്, അതായത് മുകളിൽ, ബാധേയത്ര, പ്രകാശിക്കുന്ന ആ ഇടത്ത്, മായ കഥാപി, മായ ഒരിക്കലും, നോ വിഗുരുതേ, ഭേദബോധം അല്ലെങ്കിൽ വികാരം ഉള്ളതായി ഭവിക്കുന്നില്ല. ശോക ക്രോധ വിമോഹ സാധ്വസ മുഖ ഭാവാഥു, ശോകം, ക്രോധം, വിമോഹം, ഭയം, ക്ഷോഭം എന്നീ ഭാവങ്ങളാകട്ടെ ദൂരം ഗതാഹ, ദൂരെ പോയിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു. യത്ര പരമജ്യോതി പ്രകാശാത്മിക, അവിടെ മഹാതേജപ്രകാശം രൂപമായ ആ പ്രദേശത്ത്, സാന്ദ്രാനന്ദഞ്ജരി, സാന്ദ്രമായ ആനന്ദജരി, സാന്ദ്രമായ ആനന്ദത്തിൻ്റെ പ്രവാഹം, അതായത് പരമാനന്ദ പ്രവാഹം അവിടെ ഉണ്ട്. വിഭാവിതം തദ് വൈകുണ്ഠരൂപം, ബ്രഹ്മാവിന് വിഭാവിതമായ, കാണാനായ ആ വൈകുണ്ഠരൂപം, ധേധാമ, അങ്ങയുടെ ഗേഹം, വിജയതേ, വിജയിച്ചരുളുന്നു. ഇനി അർത്ഥം മൊത്തത്തിൽ നോക്കാം. സർവവ്യാപിയായ ഹേ ഗുരുവായൂരപ്പ, 14 ലോകങ്ങളുടെ ഏറ്റവും മുകളിൽ പ്രശോഭിക്കുന്ന പരമമായ ജ്യോതിസിന്റെ പ്രകാശരൂപമായ ആ വൈകുണ്ഠ രൂപത്തിൽ, വൈകുണ്ഠസ്ഥാനത്ത് മായ ഒരിക്കലും ഭേദബോധം ജനിപ്പിക്കുന്നില്ല. അവിടെ ശോകം, ക്രോധം, മൗഢ്യം, ഭയം, ക്ഷോഭം തുടങ്ങിയ ഭാവങ്ങളാകട്ടെ ദൂരെ പോയിരിക്കുന്നു. മഹാ തേജോസ്വരൂപമായ ആ സ്ഥാനത്ത് സാന്ദ്രമായ ആനന്ദത്തിൻ്റെ പ്രവാഹം ഉണ്ട്. ഇങ്ങനെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത അങ്ങയുടെ വൈകുണ്ഠം എന്ന വാസസ്ഥാനം വിജയിച്ചരുളുന്നു. ദശകം 7 ശ്ലോകം 5. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാബദാദത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജത് വിമാനാലയാഃ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാഃ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ഒരിക്കൽ കൂടി. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാവദാദത്വിഷോ
നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാഃ തത്തേ ധാമനിരസ്തസർവശമലം വൈകുണ്ഠരൂപം ജയേത്. പദാന്വയം നോക്കാം. യസ്മിൻ നാമ, ആ വൈകുണ്ഠ നാമലോകത്ത്, ചതുർഭുജ, ചതുർബാഹുവായും, ഹരിമണി, ഇന്ദ്രനീലരത്നം പോലെ, ശ്യാമാവതാത്ത ത്വിഷ, തെളിഞ്ഞ നീല നിറത്താൽ പ്രശോഭിക്കുന്നതും, നാനാഭൂഷണരത്ന ദീപിത ദിശ, നാനാഭൂഷണമായ രത്നങ്ങൾ കൊണ്ട് ദിക്കുകളെ ശോഭിപ്പിക്കുന്നതും, രാജദ്വിമാനാലയ, രജതമായ അല്ലെങ്കിൽ പ്രകാശമാനങ്ങളായ വിമാനങ്ങൾ ആലയമാക്കി വസിക്കുന്നവരും ആയ, ദിവ്യാജന, ദിവ്യരായ ജനങ്ങൾ, ധീവന്തി, വിളങ്ങുന്നു, നിരസ്ത സർവശമലം, സർവമലങ്ങളും അല്ലെങ്കിൽ മാലിന്യങ്ങളും നിരസ്തമായതുമായ, അതായത് ഇല്ലാതിരിക്കുന്നതുമായ, തേ തദ്ധാമ, അങ്ങയുടെ ആ ലോകം, വാസസ്ഥലം, ജവേദ്, ജയേദ്, ജയിക്കട്ടെ. ശ്ലോകാർത്ഥം: ആ വൈകുണ്ഠനാമലോകത്ത് 4 കൈകളും ഇന്ദ്രനീലരത്നം പോലെ തെളിഞ്ഞ നീല നിറത്താൽ ശോഭിക്കുന്നവരും, നാനാവിധ രത്നഭൂഷണങ്ങളെ കൊണ്ട് ദിക്കുകളെ ശോഭിപ്പിക്കുന്നവരും, പ്രകാശമാനമായ വിമാനങ്ങളിൽ വസിക്കുന്നവരുമായ ദിവ്യരായ ജനങ്ങൾ വിളങ്ങുന്നു. അങ്ങനെ സർവമാലിന്യങ്ങളും അകന്ന ആ വൈകുണ്ഠം എന്ന അങ്ങയുടെ വാസസ്ഥാനം എൻ്റെ മനസ്സിൽ എന്നും തെളിഞ്ഞു വിളങ്ങണമേ. ദശകം 7 ശ്ലോകം 6. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുത്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വത്പാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ഒരിക്കൽ കൂടി. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുത്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വത്പാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. അന്വയം ശ്രദ്ധിക്കാം. നാനാ ദിവ്യവധൂജനൈർ, പല ദിവ്യ സ്ത്രീജനങ്ങളാൽ, അഭിവൃത, അഭിവൃതയായും, അതായത് ചുറ്റും നിന്ന് സേവിച്ചുകൊണ്ടും, വിദ്യുത് ലതാ തുല്യയ, വിദ്യുത് ലത എന്നാൽ മിന്നൽക്കൊടി, മിന്നൽക്കൊടിക്ക് തുല്യയായും, വിശ്വോന്മാദന, വിശ്വത്തെ ഉന്മാദിപ്പിക്കത്തക്കവണ്ണം, ഹൃദ്യ ഗാത്രലതയ, ഹൃദ്യമായ മനോഹരമായ ശരീര
ആകുന്ന ലത കൊണ്ട്. വിദ്യോതിതാശാന്തര പ്രകാശിപ്പിക്കപ്പെട്ട ദിക്കുകളോടുകൂടി. ലക്ഷ്മി ശ്രീലക്ഷ്മി ദേവി ത്വത്പാദാംബുജ അങ്ങയുടെ പാദങ്ങളാകുന്ന അംബുജത്തിൻ്റെ സൗരഭൈക കുതുകാത് സൗരഭ്യത്തിൽ ഏകമായ കൗതുകം നിമിത്തം വിസ്മനീയ ദിവ്യ വിഭവ വിസ്മയം ഉണ്ടാക്കുന്ന ദിവ്യ വിഭവങ്ങളോടുകൂടിയവളായി. യസ്മിൻ സ്വയം ലക്ഷ്യതേ അവിടെ പ്രത്യക്ഷമായി കാണപ്പെടുന്നു. തത്തേ പദം അങ്ങയുടെ ആ പദം, അതായത് ആ സ്ഥാനം, മേ ദേഹി എനിക്ക് നൽകണമേ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം. അവിടെ ശ്രീലക്ഷ്മി ദേവി നാനാവിധ ദിവ്യ സ്ത്രീജനങ്ങളാൽ ചുറ്റും നിന്ന് സേവിക്കപ്പെടുന്നു. മിന്നൽക്കൊടിക്ക് തുല്യമായി വിശ്വത്തെ ആകെ ഉന്മാദിപ്പിക്കത്തക്കവണ്ണം മനോഹര ദേഹകാന്തിയാൽ ദിക്കുകളെയെല്ലാം തിളക്കിക്കൊണ്ട് അങ്ങയുടെ പാദാരവിന്ദത്തിൻ്റെ സൗരഭ്യത്തിൽ മാത്രം കൗതുകത്തോടെ വിസ്മനീയമായ ദിവ്യവിഭവങ്ങളോടുകൂടി ആ ലക്ഷ്മി ദേവി സാക്ഷാത്തായി എപ്പോഴും കാണപ്പെടുന്നതായ ആ ദിവ്യപദം, അതായത് വൈകുണ്ഠ എന്ന ഭഗവത് വാസസ്ഥാനം എനിക്ക് നൽകണമേ. ഐശ്വര്യദേവതയായ ശ്രീലക്ഷ്മി എങ്ങും സ്ഥിരവാസയല്ല. മിന്നൽ കൊടി പോലെ വന്നും പോയും ഇരിക്കും. എന്നാൽ ലക്ഷ്മി ദേവി ഭഗവാന്റെ തൃപ്പാദ പത്മത്തിൽ എന്നും സ്ഥിരവാസിയാണ്. അതിനാൽ നാം ഐശ്വര്യ സമ്പത്തിനും മറ്റ് സുഖ സൗകര്യങ്ങൾക്കും ഭഗവത് പാദം തന്നെ ആശ്രയിച്ചുകൊണ്ടേയിരിക്കണം. ദശകം 7 ശ്ലോകം 7. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യകൽപതി പ്രാകൃതി ശ്രീവത്സാംഗിതമാത്തകൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധിഃ തത്തേ വിഭോ ഭാതു മേ. ഒരിക്കൽ കൂടി. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യകൽപതി പ്രാകൃതി ശ്രീവത്സാംഗിതമാത്തകൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധിഃ തത്തേ വിഭോ ഭാതു മേ. ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ഏവം പ്രതിദർശിതേ ഇപ്രകാരം പ്രദർശിപ്പിക്കപ്പെട്ട തത്ര നിജപദേ അങ്ങയുടെ ആസ്ഥാനമായ വൈകുണ്ഠത്തിൽ രത്നാസനാധ്യാസിതം രത്നാസനത്തിൽ ഇരിക്കുന്നതായി ഭാസ്വത്
കോടിക്കണക്കിന് ഭാസന്മാരെ പോലെ, സൂര്യന്മാരെ പോലെ, ലസത് ലസത്തായി പ്രകാശിക്കുന്ന കിരീട കടകാദി ആകൽപ ദീപ്രാകൃതി, കിരീടം, കടകം ആദി ആകൽപ്പങ്ങളാൽ, അതായത് ആഭരണങ്ങളാൽ ദീപ്രമായ സ്വരൂപത്തോടുകൂടി, ശ്രീവത്സാങ്കിതം, ശ്രീവത്സം എന്ന ചിഹ്നം അങ്കിതമായ വക്ഷസ്സോടും, ആത്ത കൗസ്തുഭമണി ഛായ, അരുണം, സ്വീകൃതമായ കൗസ്തുഭത്തെ അതിൻ്റെ ഛായയാൽ അരുണവർണ്ണത്താൽ തുടുത്തതുമായ, വിശേഷാം കാരണം, വിശ്വങ്ങൾക്ക് കാരണവും, തവ രൂപം ആയ അങ്ങയുടെ രൂപം, വിധി ഐഷത, ബ്രഹ്മാവ് കണ്ടു. വിഭോ തേ തദ് മേ ബാധു, ഹേ സർവവ്യാപിയായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ രൂപം, ആ സ്വരൂപം എന്നും പ്രകാശിക്കുമാറാകട്ടെ. ശ്ലോകാർത്ഥം. ഇപ്രകാരം പ്രദർശിക്കപ്പെട്ട അങ്ങയുടെ ആസ്ഥാനമായ വൈകുണ്ഠത്തിൽ കോടിക്കണക്കിന് സൂര്യന്മാരെ പോലെ ലസത്തായി പ്രകാശിച്ച് രത്നാസനത്തിൽ കിരീടം, കടകം ആദി ആഭരണങ്ങളാൽ ദീപ്രമായ ആകൃതിയോടും സ്വരൂപത്തോടും കൂടി ശ്രീവത്സം എന്ന ചിഹ്നം വക്ഷസ്സിൽ ധരിച്ചും കൗസ്തുഭ രത്നകാന്തിയാൽ തുടുത്ത് അരുണാഭനായി സർവ വിശ്വങ്ങൾക്കും കാരണഭൂതനായി ഇരിക്കുന്നതും അങ്ങയുടെ ആ രൂപം ബ്രഹ്മാവ് കണ്ടു. ഹേ സർവവ്യാപിയായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഈ തേജോരൂപം എന്നും എന്നിൽ പ്രകാശിക്കുമാറാകട്ടെ. ദശകം 7 ശ്ലോകം 8. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിത സ്യന്ദപ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. ഒരിക്കൽ കൂടി. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിത സ്യന്ദപ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നോക്കാം. വിഭോ, ഹേ സർവശക്തനായ ഭഗവാനേ. കാളാംബോധ, കാർമേഘം. കളായ, കായാമ്പു. കോമളരുചി ചക്രേണ, കോമള കാന്തിപടലം കൊണ്ട്. ദിശാം ചക്രം ആവൃണ്വാനം, ദിക് വലയത്തെ ആവരണം ചെയ്യുന്നതും. ഉദാര മന്ദഹസിത, ഉദാരമായ മന്ദഹാസത്തിൻ്റെ. സ്യന്ദപ്രസന്നാനനം, പ്രവാഹത്താൽ പ്രസന്നമായ ആനന്ദം വഴിയുന്ന മുഖത്തോടും. രാജത്, പ്രകാശിക്കുന്ന.
കമ്പു ഗദ അരി പങ്കജം ധര. കമ്പു എന്ന് പറഞ്ഞാൽ ശംഖ്, ഗദ അരി എന്നാൽ ചക്രം, പങ്കജം താമര, ഇവ ധരിച്ച ശ്രീമദ് ഭുജാമണ്ഡലം അങ്ങയുടെ തൃക്കൈകൾ സൃഷ്ടു സൃഷ്ടാവിന് അഥവാ ബ്രഹ്മാവിന് തുഷ്ടികരം സന്തോഷകരം ആയ തവവഭൂ അങ്ങയുടെ തിരുവുടൽ മദ്രോഗം എന്നാൽ മദ് രോഗം എൻ്റെ രോഗത്തെ ഉദ്വാസയേത് നശിപ്പിക്കണമേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ മുഴുവനായ അർത്ഥത്തെ ശ്രദ്ധിക്കാം. ഹേ സർവശക്തനായ ഭഗവാനെ ഗുരുവായൂരപ്പ, കാർമേഘം പോലെയും കായാമ്പൂ പോലെയും കോമള കാന്തിപടലം കൊണ്ട് ദിക്കുകളെ ആവരണം ചെയ്യുന്നതും ഉദാരമായ സുന്ദര മന്ദഹാസപ്രവാഹത്താൽ പ്രസന്ന മുഖത്തോടുകൂടിയതും പ്രകാശവത്തായ ശംഖം, ചക്രം, ഗദ, പങ്കജം എന്നിവ ധരിച്ചിട്ടുള്ള തൃക്കൈകളോടു കൂടിയതും ബ്രഹ്മാവിന് അത്യന്തം സന്തോഷം നൽകുന്നതുമായ അങ്ങയുടെ തിരുവുടൽ എൻ്റെ രോഗത്തെ ദൂരീകരിക്കണമേ. ദശകം 7 ശ്ലോകം 9. ദൃഷ്ട്വാ സംഭൃതസംഭ്രമകമലഭൂഗു ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശംവദോ നിപതിതക പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാ പാദയ ദ്വൈതാദ്വൈതഭവത്സ്വരൂപപരമേത്യാചഷ്ട തം ത്വാം ഭജേ. ഒരിക്കൽ കൂടി. ദൃഷ്ട്വാ സംഭൃതസംഭ്രമ കമലഭൂഖു ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശംവദോ നിപതിതക പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാ പാദയ ദ്വൈതാദ്വൈതഭവത്സ്വരൂപപരമേത്യാചഷ്ട തം ത്വാം ഭജേ. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നോക്കാം. കമലഭൂ, കമലത്തിൽ ഭൂജാതനായവൻ. ആരാണ് കമലത്തിൽ ഭൂജാതനായത്? ബ്രഹ്മാവ്. ദൃഷ്ട്വാ, കണ്ടിട്ട്, ഹർഷാവേശ, സന്തോഷം കൊണ്ടുള്ള ആവേശത്താൽ, വശംവദ, വശംവദനായി, സംഭൃത സംഭ്രമ, ഉണ്ടായ സംഭ്രമത്തോടു കൂടിയവനായി, തത് പാദ പാദോരുഹേ, അങ്ങയുടെ പാദാബ്ജത്തിൽ, നിബദിത, നിബദിച്ചവനായി, പ്രീതിയ, പ്രീതി കൊണ്ട്, കൃതാർത്ഥീ ഭവൻ, കൃതാർത്ഥനായി ഭവിച്ചിട്ട്, ആജഷ്ട, പറഞ്ഞു, വിഭോ, സർവശക്തനായ ശ്രീ ഗുരുവായൂരപ്പ, മമ മനീഷിതം, എൻ്റെ അഭിലാഷം, ജാനാസി ഏവ, അങ്ങ് അറിയുന്നുവല്ലോ, ദ്വൈതാദ്വൈത, ദ്വൈതം അദ്വൈതം എന്ന 2 പദങ്ങളാണിത്. ദ്വൈതത്തിലും അദ്വൈതത്തിലുമുള്ള ഭവത് സ്വരൂപപര, അങ്ങയുടെ സ്വരൂപം സംബന്ധിച്ച,
തത് ജ്ഞാനം, ആ വിജ്ഞാനം, ആപാദയ, ഉണ്ടാക്കി തരണമേ. ഇതി തം ത്വാം, ഇങ്ങനെ അങ്ങയോട് പ്രാർത്ഥിച്ചിട്ട് ഭജേ, ഞാൻ ഭജിക്കുന്നു. ഈ ശ്ലോകം വളരെ പ്രധാനമായ ഒരു ശ്ലോകമാണ്. അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം. ബ്രഹ്മാവ് ഭഗവാനെ കണ്ടിട്ട് ഹർഷാവേശത്തിന് വശംവദനായി സംഭ്രമത്തോടെ ആ പാദപത്മങ്ങളിൽ വീണു. എന്നിട്ട് കൃതാർത്ഥനായി തീർന്ന് ഇപ്രകാരം പറഞ്ഞു: സർവശക്തനായ ശ്രീ ഗുരുവായൂരപ്പ, എൻ്റെ അഭിലാഷം അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങയുടെ ദ്വൈതവും അദ്വൈതവുമായ സ്വരൂപമാഹാത്മ്യത്തെ സംബന്ധിച്ച ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തരണമേ. ഇങ്ങനെ ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട ഹേ വൈകുണ്ഠവാസ, ഞാൻ അങ്ങയെ ഭജിക്കുന്നു. ഈ ശ്ലോകം ആവർത്തിച്ചു ഭജിക്കുന്നത് ആഗ്രഹസാധ്യത്തിന് ഉത്തമം എന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയാണല്ലോ നാം ചെയ്യുന്നത്. നമുക്കെപ്പോഴും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊട്ടും തന്നെയില്ല. ദശകം 7 ശ്ലോകം 10. ആദാമ്രേ ചരണേ വിനമ്രമദദം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിത ന സർഗവിധിഭിഃ ബന്ധോപി സംജായതേ ഇത്യാഭാഷ്യഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. ഒരിക്കൽ കൂടി. ആദാമ്രേ ചരണേ വിനമ്രമദദം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാ ന സർഗവിധിഭിഃ ബന്ധോപി സംജായതേ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ചിന്തിച്ചു നോക്കാം. അഥ ആ താമ്രേച ചരണം. അഥ പിന്നെ, താമ്രേ ചരണം, ചുവന്ന് തുടുത്ത തൃച്ചേവടികളിൽ, വിനമ്രതം, വീണു നമസ്കരിച്ച ആ ബ്രഹ്മാവിനെ, ഹസ്തേന ഹസ്തേ സ്പൃശൻ, കൈകൊണ്ട് കയ്യിൽ സ്പർശിച്ച്, തേ ബോധഭവിത, അങ്ങേക്ക് ജ്ഞാനം ഉണ്ടാകും, സർഗവിധിഭി, സൃഷ്ടിപ്രവർത്തിക്കൊണ്ട്, ബന്ധ ന സഞ്ജായതേ, ബന്ധം അഥവാ ബന്ധനം ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ഇതി ഗിരം ആഭാക്ഷ്യ, എന്നിങ്ങനെ വാക്ക് പറഞ്ഞ്, നിധരാം പ്രതോക്ഷ്യാം, നന്നായി സന്തോഷിപ്പിച്ചിട്ട്, ആ ബ്രഹ്മാവിനെ നന്നായി സന്തോഷിപ്പിച്ചിട്ട്, സ്വയം തച്ചിത്തഗൂഢം, താൻ തന്നെ ആ ബ്രഹ്മാവിൻ്റെ ചിത്തത്തിൽ ഗൂഢനായി ഇരുന്നു. തം സൃഷ്ടൈർ സമുദൈരയ, അദ്ദേഹത്തിനെ
സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു. സ ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, ഉല്ലാഘതാം, ആരോഗ്യത്തെ, അതായത് എൻ്റെ ആരോഗ്യത്തെ, ഉല്ലാസയ, ഉല്ലസിപ്പിക്കണമേ, വർദ്ധിപ്പിക്കണമേ. ഇത് കവിയുടെ പ്രാർത്ഥനയാണ്. ഇനി ശ്ലോകാർത്ഥം നോക്കാം. പിന്നെ അങ്ങയുടെ തുടുത്ത തൃച്ചേവടികളിൽ വീണ് നമസ്കരിച്ച ആ ബ്രഹ്മാവിനെ സ്വന്തം കൈകൊണ്ട് കയ്യിൽ പിടിച്ച് അങ്ങ് എഴുന്നേൽപ്പിച്ചു. അങ്ങേക്ക് സൃഷ്ടിക്കു വേണ്ട ജ്ഞാനം ഉണ്ടായിക്കൊള്ളും. സൃഷ്ടിപ്രവൃത്തി കൊണ്ട് കർമ്മബന്ധം ഒന്നും തന്നെ ഉണ്ടാകുകയുമില്ല എന്നിങ്ങനെ പറഞ്ഞ് ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഗൂഢമായി സ്ഥിതി ചെയ്ത് സൃഷ്ടികർമ്മത്തിനായി പ്രേരിപ്പിച്ചു. അപ്രകാരമൊക്കെയുള്ള അങ്ങ് ശ്രീ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച അങ്ങ് എൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കണമേ എന്നാണ് കവിയുടെ അപേക്ഷ. ഭഗവാന്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തെയും ഭഗവാന്റെ സ്വരൂപത്തെ തന്നെയും അതീവ ഭക്തിയോടെ വാഴ്ത്തി പുകഴ്ത്തുന്നതായ ഈ അധ്യായം അതീവ ഭക്തിയോടെ നാം പാരായണം ചെയ്യുക. എങ്കിൽ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ സ്വയമേവേ നമ്മളെ ഹൃദയ കമലത്തോട് ചേർത്ത് പുൽകും. കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട.